പാദപൂജ വിവാദത്തിൽ ആലപ്പുഴയിൽ CPM BJP രാഷ്ട്രീയ പോര്. സ്കൂളിന് മുന്നിൽ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി ഇരുവിഭാഗവും. സ്കൂളിലേക്ക് നാളെ ഡിവൈഎഫ്ഐയും ASFും മാർച്ച് പ്രഖ്യാപിച്ചതോടെ സ്കൂളുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് BJPയും പ്രഖ്യാപിച്ചു. ഷൈജു ചേർന്നു. ഷൈജു, ബാലാവകാശ കമ്മീഷനും സർക്കാരും ഉൾപ്പെടെ ഈ പാദപൂജയിൽ കണ്ണൂരിലും കാസർഗോഡിലും കഴിഞ്ഞ ദിവസം ഇത് സംഭവിച്ചിരുന്നു. അതിൽ ഇടപെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വീണ്ടും ഇത്തരത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? മാവേലിക്കരയിലുള്ള സംഘപരിവാറിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാധിരാജ വിദ്യാപീഠം എന്ന ക്യാമ്പസിലാണ് ഈ പ്രശ്നം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവിടെ വിദ്യാർത്ഥികൾ പാദപൂജ നടത്തുകയും അതിൽ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ പാദപൂജ അടക്കം നടത്തി എന്ന ഒരു വിവാദമാണ് മാവേലിക്കരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സംഘപരിവാറിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയായതോടുകൂടി ഇതിനെതിരെ സമരം പ്രഖ്യാപിച്ചതോടെ BJP CPM പോരിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് വേണം പറയാൻ. കാരണം AISFും അതോടൊപ്പം തന്നെ SFIയും DYFIയും ഒക്കെ നാളെ സ്കൂളിലേക്ക് മാർച്ച് തീരുമാനിച്ചിരുന്നു. അതിന് മുന്നോടിയായി ഇന്നലെ DYFIയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സ്കൂളിലേക്ക് നടത്തി. മാർച്ച് തടയാൻ CPM പ്രവർത്തകർ BJP പ്രവർത്തകർ സംഘടിച്ച് എത്തി. അതോടുകൂടി ഇരു കൂട്ടരും തമ്മിൽ തർക്കം ഉണ്ടാവുകയും ആ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പോലീസ് ഇടപെട്ട് രണ്ടു കൂട്ടരെയും ശാന്തരാക്കിയെങ്കിലും വീണ്ടും ഇവർ ഇരുകൂട്ടരും പ്രകടനമായി എത്തിയത് സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. അതുകൊണ്ട് പാദപൂജയിൽ പ്രതിഷേധിച്ച് നാളെ AISFും SFIയും DYFIയും ഒക്കെ സ്കൂളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന സാന്നിധ്യത്തിൽ വീണ്ടും ഈ ഒരു തർക്കത്തിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന സർക്കാരും ഒക്കെ സ്കൂളുകളുടെ ഈ നടപടിയിൽ സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. തന്നെയാണ്.